Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് എ S2 മാത്തമാറ്റിക്സ് റിവിഷൻ ആണ്. ആദ്യമായിട്ട് നമ്മൾ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. പാർട്ട് എ മൊഡ്യൂൾ 1ലും 2ലും ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write a linear system of two equations with two unknowns which have infinitely many solutions. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ലീനിയർ സിസ്റ്റം ഓഫ് ടു ഇക്വേഷൻസ് എഴുതണം. ലീനിയർ സിസ്റ്റം ആയിരിക്കണം. അതിന് വിത്ത് ടു അൺനോൺസ് ഉണ്ടായിരിക്കും. അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. അങ്ങനെയുള്ള ലീനിയർ സിസ്റ്റം ആണ് എഴുതേണ്ടത്. അപ്പോൾ ലീനിയർ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 കൺസിഡർ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 കൺസിഡർ ചെയ്തു. ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 2x പ്ലസ് 2y ഈക്വൽ ടു 4. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ റിക്വയർഡ് ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2, 2x പ്ലസ് 2y ഈക്വൽ ടു 4. ഇങ്ങനെ ഏത് ഫോർമാറ്റിലുള്ളത് നമുക്ക് എഴുതാം. മൾട്ടിപ്പിൾ ആയിരിക്കണമെന്ന് മാത്രമേ ഒരു കണ്ടീഷനുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് രണ്ട് ഇക്വേഷൻസ് എഴുതിയെന്നേ ഉള്ളൂ. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മാർക്ക് ഉണ്ടാവുക. ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഇഫ് ദ ഇക്വേഷൻസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് അതർ. ഈ കൺസെപ്റ്റ് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 -1 2 3 1 4 5 -1 8. ഇപ്പോൾ റാങ്ക് ഓഫ് ദ മെട്രിക്സ് പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അറിയാം, ആദ്യം തന്നെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റും. എന്നിട്ട് നോൺ സീറോ റോസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. ആ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ്. അപ്പോൾ നമുക്കിതിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റാം. റോ എക്കലോൺ ഫോമിലോട്ട് എങ്ങനെയാണ് മാറ്റുക? ഇപ്പോൾ തന്നിരിക്കുന്ന റാങ്കിൽ മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് 1 ആയ സ്ഥിതിക്ക് നമുക്ക് അതിലൊന്നും ചെയ്യേണ്ട. 1 ആയിക്കഴിഞ്ഞാൽ താഴത്തെ രണ്ട് റോയിലെയും ഫസ്റ്റ് എലമെന്റ് 0 0 ആക്കണം. അതിൻ്റെ റോ ഓപ്പറേഷൻ നടത്തിയിട്ട് 0 0 ആക്കാം. അപ്പോൾ ആദ്യം ഇവിടെ 3 ആണ്. ഈ 3 എന്നുള്ള എലമെന്റ് 0 ആവാൻ നമ്മൾ എന്ത് ചെയ്തു? R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1. ഈ റോ മൊത്തം ചേഞ്ച് ചെയ്തു. എങ്ങനെ? R2 മൈനസ് 3 ടൈംസ് R1. അപ്പോൾ 3 മൈനസ് 3 ഇൻറ്റു 1 3 വരും അല്ലേ? അപ്പോൾ 3 മൈനസ് 3 ഇവിടെ 0 വന്നു. ദെൻ 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് 1 പ്ലസ് 3 ഈക്വൽ ടു 4 വന്നു. Then 4 minus 3 into 2 that is 4 minus 6 that is minus 2. Then R3 ലെ 5 0 ആക്കാൻ എന്ത് ചെയ്തു? R3 minus 5 R1. അപ്പോൾ 5 minus 5 ഇവിടെ 0 വന്നു. minus 1 minus 5 into minus 1 that is 4 വരും അല്ലേ? minus 1 plus 5 വരും. that is 5 minus 1 4 വരും. Then 8 minus 5 into 2 that is 8 minus 10 that is minus 2 വന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. അതായത് 1ഉം ഫസ്റ്റ് റോയിലെ അല്ലെങ്കിൽ ഫസ്റ്റ് കോളം കൺസിഡർ ചെയ്ത ആദ്യത്തെ എലമെന്റ് 1ഉം തൊട്ട് താഴെ എലമെന്റ് എല്ലാം 0 ആയി. ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം എന്താണ്? അടുത്ത എയിം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഈ എലമെന്റിന്റെ തൊട്ട് താഴെയുള്ള എലമെന്റ് 0 ആവണം. അതായത് തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 0 ആക്കണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, രണ്ടിടത്തും 4ഉം 4ഉം ആണ്. അപ്പോൾ ജസ്റ്റ് R3 മൈനസ് R2 ചെയ്താൽ മതി. R3 changes to R3 minus R2 that is 4 minus 4 0 minus 2 minus minus 2 0. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയൊക്കെ വന്നു? ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? അത് ശ്രദ്ധിക്കണം. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പറ്റുന്നില്ല. ഇനി എന്തൊക്കെ ഓപ്പറേഷൻ നടത്തിയാലും ഇവിടെ ഈ എലമെന്റ്സിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അത് 0 ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ 1 2 അല്ലേ? രണ്ട് റോസ് അല്ലേ നോൺ സീറോ ആയിട്ടുള്ളത്? അപ്പോൾ ഇതിന്റെ റാങ്ക് ഓഫ് മെട്രിക്സ് എ ഈക്വൽ ടു എന്താണ്? 2 ആണ്. ഓക്കെ, check whether W equal to x comma x plus 3 such that x belongs to R is a subspace of R square under standard operation. അപ്പം നമുക്ക് ഈ സെറ്റ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയുടെ ഒരു സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 വെക്ടർ ഓഫ് വി ഈസ് ഇൻ W. Then W is closed under vector addition, W is closed under scalar multiplication. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം 0 വെക്ടർ നോക്കാം. നമ്മുടെ തന്നിരിക്കുന്ന വെക്ടർ സ്പേസ് R² ആണ് അല്ലേ? അപ്പോൾ അതിൽ 2 ടപ്പിൾ, അപ്പോൾ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. 0 വെക്ടർ എന്ന് പറഞ്ഞാൽ 0 0 എന്ന് പറയുന്നതായിരിക്കും R² 0 വെക്ടർ.
അപ്പോൾ ഈ 0 0 ഡബ്ല്യൂയിൽ ഉണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കണം, എക്സ് കോമ എക്സ് പ്ലസ് 3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 0 കിട്ടണം. അതായത് എക്സിന് 0 കൊടുത്ത് നമുക്ക് എന്താ അവിടെ വാല്യൂ വരിക, 0യും 0 പ്ലസ് 3 3യും അല്ലേ വരിക. 0 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് എക്സിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 0 0 വാല്യൂ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് പറയാം, സീറോ വെക്ടർ ഡബ്ല്യൂയിൽ ഇല്ല. ദാറ്റ് ഈസ് ദർഫോർ ദ സീറോ വെക്ടർ ഈസ് നോട്ട് ഇൻ ഡബ്ല്യു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ അടുത്ത രണ്ട് കണ്ടീഷൻ നോക്കി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ഡബ്ല്യു ഈസ് നോട്ട് എ സബ് സ്പേസ് ഓഫ് ആർ സ്ക്വയർ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താണ് ഉദ്ദേശിച്ചത്, 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫെയിൽ ആയി. അപ്പോൾ തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ സബ് സ്പേസ് ഓഫ് ആർ സ്ക്വയർ. സീറോ വെക്ടർ ഡബ്ല്യൂയിൽ ഇല്ലാത്ത കാരണമാണ് നമ്മൾ അതിലേക്ക് ആ കൺക്ലൂഷനിലേക്ക് എത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് u equal to 1 minus 1 relative to the non-standard basis set 1 0 1 1 in r square. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യാം, തന്നിരിക്കുന്ന വെക്ടർ എന്താണ്, 1 മൈനസ് 1 ആയിട്ട് കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് 1 0 1 1 സെറ്റ് കോളം മെട്രിക്സ് 1 0 കോളം മെട്രിക്സ് 1 1 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം, ഈ കോർഡിനേറ്റ് മെട്രിക്സിനെ എങ്ങനെ എഴുതാം, അതായത് തന്നിരിക്കുന്ന യുനെ നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ 1 മൈനസ് 1 ഈക്വൽ ടു C1 ഇൻറ്റു നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ടുള്ള 1 0 പ്ലസ് C2 ഇൻറ്റു നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ടുള്ള 1 1. ഓക്കെ, അതായത് ഈ യുവിനെ നമ്മൾ ഈ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി C1നും C2നും ഏത് വാല്യൂസ് കൊടുത്താലാണ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുക നമ്മൾ കണ്ടുപിടിക്കും. ആ കറസ്പോണ്ടിങ് C1 C2ന്റെ വാല്യൂസ് ആണ് കോർഡിനേറ്റ് മെട്രിക്സ്. ഓക്കെ, യുവിന്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ C1 C2ന്റെ വാല്യൂസ് ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, C1 into 1 that is C1 plus C2 into 1 C2 that is C1 plus C2 equal to first element 1, then C1 into 0 0 plus C2 into 1 C2 equal to minus 1, C2 equal to minus 1. C2 minus 1 ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ C1 നമുക്ക് എന്ത് വരും, 2 വരും അല്ലേ. That is coordinate matrix of U relative to the basis B is given non-standard basis B is C1 C2 that is 2 minus 1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമുക്കൊരു മെട്രിക്സ് കോർഡിനേറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം. യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. ആ യു എന്ന് പറയുന്നത് ഇതിന്റെ നോൺ സ്റ്റാൻഡേർഡ് ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. അത് സോൾവ് ചെയ്തിട്ട് C1നും C2ന്റെയും വാല്യൂസ് കണ്ടുപിടിച്ചു. ആ C1 C2ന്റെ വാല്യൂസ് ആണ് കോഓർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 and 4 പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് എയിൽ എല്ലാത്തിനും 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നോം ഓഫ് u പ്ലസ് v where u equal to 1 minus 1 3 2 and v equal to minus 1 1 0 2. നോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് u തന്നിട്ടുണ്ട്, vയും തന്നിട്ടുണ്ട്. u എന്ന് പറയുന്നത് 1 minus 1 3 2 ആണ്, v എന്ന് പറയുന്നത് minus 1 1 0 2. അപ്പോൾ u പ്ലസ് വിയുടെ നോം ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെക്ടർ ആഡ് ചെയ്യാം അല്ലെ, യുവും വിയും ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 1 minus 1 0 minus 1 plus 1 0 3 plus 0 3 2 plus 2 4 വരും. ഇനി ഇതിന്റെ നോം എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് u പ്ലസ് വി അല്ലേ. u പ്ലസ് വി എന്ന് പറഞ്ഞ വെക്ടറിന്റെ നോം ആണ് കാണേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, u1 ഇൻറ്റു u1 പ്ലസ് u2 ഇൻറ്റു u2 പ്ലസ് u3 ഇൻറ്റു u3 പ്ലസ് u4 ഇൻറ്റു u4. u1 u2 u3 u4 എന്ന് പറയുന്നത് ഇതിനുള്ളിലുള്ള വെക്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 4. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 16 വിച്ച് ഈസ് റൂട്ട് ഓഫ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 5. നോം ഓഫ് u പ്ലസ് വി എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വെക്ടർ v വിത്ത് ലെങ്ത് 3 ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് u equal to 1, 2, 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വെക്ടർ v കാണണം, അതിന്റെ ലെങ്ത് 3 ആയിരിക്കണം. അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് u എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ ഡയറക്ഷനിൽ, അതായത് യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന വെക്ടർ എന്താണ്, ലെങ്ത് ഓഫ് വെക്ടർ 3 ആണ്. അപ്പം നോം u കണ്ടുപിടിക്കാം. നോം u എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 square plus 2 square plus 2 square that is root of 1 plus 4 plus 4 equal to root 9 equal to 3 വരും. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, u ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നോം ആണ്. ഏതെങ്കിലും ഒരു വെക്ടറിന്റെ
യൂണിറ്റ് വെക്ടർ കാണുന്നുണ്ടെങ്കിൽ ആ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നോം ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1,2,2 ഡിവൈഡഡ് ബൈ അതിൻ്റെ നോം എത്രയാണ് 3. അപ്പോൾ നമുക്ക് 1/3 2/3 2/3 കിട്ടി. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടി. ഇനി വിത്ത് ലെങ്ത്, അപ്പോൾ ഫൈൻഡ് ദ വെക്ടർ ബി വിത്ത് ലെങ്ത് 3 ആണ്. അപ്പോൾ ലെങ്ത് 3 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂണിറ്റ് വെക്ടറിനെ ഈ വെക്ടർ ബിയുടെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എത്രയാണ് 3 × 1/3 × 2/3 × 2/3 ദാറ്റ് ഈസ് 1,2,2. അതാണ് വെക്ടർ ബി വിത്ത് ലെങ്ത് 3 ആൻഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് യു എന്ന് പറയുന്നതിൻ്റെ ആൻസർ ആണ് 1,2,2. ഓക്കെ, അപ്പോൾ ഗിവൺ വെക്ടർ തന്നു, ലെങ്ത് അതിൻ്റെ കറസ്പോണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുയിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. ഇനി ആ വെക്ടറിന്റെ ലെങ്ത് 3 ആന്ന് പറഞ്ഞ കാരണം ഇൻറ്റു 3 ചെയ്തു. അപ്പോൾ ആ റിക്വയർഡ് വെക്ടർ കിട്ടി. നെക്സ്റ്റ്, ലെറ്റ് t transformation from r⁵ to r⁷ be a linear transformation. Find the dimension of kernel of t and when the dimension of the range is 2. ഇത് നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം വെച്ച് ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. റാങ്ക് നള്ളിറ്റി തിയറം എന്താ പറയുന്നത്, dimension of a vector space equal to dimension of kernel t plus kernel dimension of range of t. അതായത് ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുക. വി എന്ന് പറയുന്ന വി എന്ന് ഡബ്ല്യു ഇരിക്കും. വി എന്ന് പറയുന്നത് ഡൊമൈൻ, ഡബ്ല്യു എന്ന് പറയുന്നത് കോ ഡൊമൈൻ. ഇവിടെ വി r⁵ ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് r⁷ ആണ്. അങ്ങനത്തെ കേസിൽ ഡയമെൻഷൻ ഓഫ് വി, അതായത് ഡൊമൈൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി, കേർണൽ ഓഫ് ടിയുടെ ഡയമെൻഷനും പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടിയും ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ r⁵ ആണ്, ഡൊമൈൻ r⁵ ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ക്വസ്റ്റ്യനിലെ ഡയമെൻഷൻ ഓഫ് റേഞ്ച് 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡയമെൻഷൻ ഓഫ് കേർണൽ എന്തായിരിക്കും, 5 - 2 = 3 ആയിരിക്കും. അപ്പോൾ ആൻസർ 3 ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. Then last question, let transformation from r² to r² be a linear transformation defined by transformation of x, y equal to x minus y, x plus 3y. Find the standard matrix for t. Okay, എന്താണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് x, y എന്ന് പറയുന്നത് x minus y into x plus 3y ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, അതിങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ E1 എന്ന് പറയുന്നത് എന്താണ്, 1 0 അല്ലേ, സ്റ്റാൻഡേർഡ് ബേസിസ് E1 എന്ന് പറയുന്നത്. അപ്പോൾ r² ആയ കാരണം 1 0 എടുത്തു. ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1, 0. അപ്പോൾ എന്ത് വരും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0, എക്സിന് 1 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷന് എക്സിന് 1ഉം വൈക്ക് 0ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 1, 1 കിട്ടും. E2 എന്ന് പറഞ്ഞാൽ 0, 1 ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0, 1 ദാറ്റ് ഈസ് 0 - 1, 0 plus 3 × 1 ദാറ്റ് ഈസ് -1, 3 വരും. അതായത് ഇവിടെ എക്സിന് 0ഉം വൈക്ക് 1ഉം കൊടുക്കുമ്പോൾ ഈക്വേഷനിൽ ഈ എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് -1, 3 വരും. ഇനി നമുക്ക് എ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 ആയിരിക്കും, ദാറ്റ് ഈസ് 1, 1. അത് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് എഴുതുക, 1, 1 കോളം മെട്രിക്സ് ആയിട്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് E2 ആയിരിക്കും സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് -1, 3. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെ എഴുതാം, 1, 1 -1, 3 എന്ന് എഴുതാം. ക്ലിയർ. ഇതേ ആൻസർ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയിട്ട് ആൻസർ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് x, y എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, x minus y, x plus 3y എന്നല്ലേ. അപ്പോൾ അതിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 1, വൈയുടെ കോയിഫിഷ്യൻ്റ് എന്താ -1 അല്ലേ. അതായിരിക്കും ഫസ്റ്റ് റോ 1 - 1. അടുത്ത സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് കോർഡിനേറ്റ് ആയിട്ടുള്ള x plus 3y അല്ലേ. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1ഉം വൈയുടെ കോയിഫിഷ്യൻ്റ് 3ഉം അതായിരിക്കും സെക്കൻഡ് റോ 1, 3. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. 1 - 1, 1, 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മൊഡ്യൂൾ 1, 2, 3, 4 എന്നൊക്കെ വരുന്ന പാർട്ട് എയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്